ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയൊരു ഹെഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു പേഴ്സണ് നമുക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഇൻകം ടാക്സ് വ്യൂ പോയിന്റിൽ, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഒരു വ്യക്തിയുടെ ബിസിനസ് ഇൻകം എത്രയുണ്ടെന്ന് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യലാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ജോലി അതാണ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഇൻകം മാത്രമാണ് അതിലെടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രകാരം ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക. അപ്പോൾ നമുക്കറിയാം, നമുക്ക് റവന്യൂ നേച്ചറിലുള്ള എല്ലാ ഇൻകംസും എക്സ്പെൻസസും നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. റവന്യൂ എക്സ്പെൻസസ് നമ്മൾ ഡെബിറ്റ് സൈഡിലും റവന്യൂ ഇൻകംസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ദൈനംദിനം വരുന്ന കുറേ ചിലവുകളുണ്ട്, അല്ലെങ്കിൽ മന്ത്ലി വരുന്ന കുറേ ചിലവുകളുണ്ട്. ഇപ്പോൾ സാലറി കൊടുക്കുക, റെൻറ്റ് കൊടുക്കുക, ഇൻട്രസ്റ്റ് കൊടുക്കുക, ഡിസ്കൗണ്ട് കൊടുക്കുക, ബാഡ് ഡെപ്റ്റ് വരും, അങ്ങനെയുള്ള കുറേ ചിലവുകൾ ആൾക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുറേ ഇൻകംസും കിട്ടുന്നുണ്ട്. കമ്മീഷൻ കിട്ടുന്നു, റെൻറ്റ് കിട്ടുന്നു, ഇൻട്രസ്റ്റ് കിട്ടുന്നു, ഡിവിഡൻറ്റ് കിട്ടുന്നു. അങ്ങനെ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും ആൾക്ക് കുറേ എക്സ്പെൻസസും ഇൻകംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള കുറേ എക്സ്പെൻസസ്, ഇപ്പോൾ LIC പ്രീമിയം അടയ്ക്കുന്നു, അത് ബിസിനസ്സിൻ്റെ ക്യാഷ് ഉപയോഗിച്ചായിട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കേണ്ടാവുക. അങ്ങനെ അത്തരം ചിലവുകളും കൂടി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അതങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത്. ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇപ്പോൾ നമുക്കൊരു ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആളെ സംബന്ധിച്ചാണെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിൽ വരുന്ന ബിസിനസ് എന്താണ്? അവിടുത്തെ ബിസിനസ് മെഡിസിൻസ് വാങ്ങുക, മെഡിസിൻസ് വിൽക്കുക. ആ മെഡിസിൻസ് വാങ്ങാൻ വേണ്ടി കുറേ ചിലവ് വരുന്നു. മെഡിസിൻസ് വിൽക്കുമ്പോൾ കുറേ ഇൻകംസ് ഉണ്ടാകുന്നു. അപ്പോൾ സെയിൽ ഓഫ് മെഡിസിൻസ്, അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടറല്ല, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ, അപ്പോൾ ആളെ സംബന്ധിച്ച് അയാളുടെ പ്രധാനപ്പെട്ട ഇൻകം എന്താ? മെഡിസിൻസ് വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്ന ക്യാഷാണ് ആളുടെ പ്രധാനപ്പെട്ട ഇൻകം. ദെൻ അതിന് വരുന്ന മെഡിസിൻസ് വാങ്ങാനായിട്ട് മെഡിസിൻസ് പർച്ചേസ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ അവിടെ റെൻറ്റഡ് ബിൽഡിംഗ് ആണെങ്കിൽ, റൂമാണെങ്കിൽ റെൻറ്റ് കൊടുക്കുക, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുക, അതുപോലെ തന്നെ അതിൻ്റെ സാലറി, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുക, വാട്ടർ ബില്ല് അടയ്ക്കുക, അങ്ങനെ ടെലിഫോൺ ബില്ല് അടയ്ക്കുക, അങ്ങനെയുള്ള കുറേ ചിലവുകൾ വരുന്നുണ്ട്. ഇത് കൂടാതെയും കുറേ ചിലവുകൾ ഈ പറഞ്ഞ, അപ്പോൾ ഇത്തരം ചിലവുകളാണ് ശരിയായിട്ടുള്ള ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഈ ഇൻകം ടാക്സ് പർപ്പസിനുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രകാരമുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും രണ്ടായിട്ടാണ് നമുക്ക് കണക്കിലെടുക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് തരുന്ന ഒരു ചോദ്യം എന്നുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രകാരം തയ്യാറാക്കിയ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പരിചയപ്പെടുകയാണ്. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർത്ത് ഇയർ എൻഡ് ഏതെങ്കിലും ഒരു വർഷം ആയിക്കോട്ടെ, ഗ്രോസ് പ്രോഫിറ്റ് ട്രേഡ് അക്കൗണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഇതാണ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഗ്രോസ് പ്രോഫിറ്റ് സാധാരണ ട്രേഡ് അക്കൗണ്ട് കഴിയുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഇട്ട് അതിൽ ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ്സ് എല്ലാം നമ്മൾ ബ്രോഡ് ഔട്ട് ചെയ്ത് എഴുതാറുണ്ട്, അല്ലേ? ബ്രോഡ് ഡൗൺ എഴുതാറുണ്ട്. അങ്ങനെ എഴുതിയൊരു 10,000 നമുക്ക് അവിടെ കാണാം. അതിനുശേഷം റെൻറ്റ് റിസീവ്ഡ് 1000 തന്നിട്ടുണ്ട്, കമ്മീഷൻ റിസീവ്ഡ് 2000 തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് 5000 തന്നിട്ടുണ്ട്, ഡിവിഡൻറ്റ് റിസീവ്ഡ് 5000 തന്നിട്ടുണ്ട്, ലോട്ടറി വിന്നിങ് 1000 രൂപ കിട്ടി, അത് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ് 2000 തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് 1000 തന്നിട്ടുണ്ട്. ഇത്തരം ഇൻകംസ് നോക്കുമ്പോൾ ഈ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് മെഡിസിൻസ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻകമാണ് അവരുടെ പ്രധാനപ്പെട്ട ഇൻകം. റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അതിന് തൊട്ടടുത്ത ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി ആണോ വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റെൻറ്റാണ്. റെൻറ്റ് റിസീവ്ഡ് സ്വാഭാവികമായിട്ടും എല്ലാ മാസവും ഇയാൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് റെക്കറിങ് നേച്ചറിലുള്ള റവന്യൂ നേച്ചറിലുള്ള ഒരു ഇൻകമായിട്ട് അതിനടക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്രെഡിറ്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, കമ്മീഷനും കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് കിട്ടുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, ഷെയർ വാങ്ങിയിട്ട് അതിൻ്റെ ഡിവിഡൻറ്റ് കിട്ടുന്നു, ലോട്ടറി അടിച്ചു 1000 രൂപ, പ്രോഫിറ്റ് അസറ്റ് കിട്ടിയപ്പോൾ ഒരു പ്രോഫിറ്റ് കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി. ഇത്തരം ഇൻകംസ് എന്നുള്ളത് ഇതിൽ നമുക്ക് ഈ പറഞ്ഞ മെഡിക്കൽ ഷോപ്പ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഇൻകംസ്, ഇത് റെൻറ്റ് റിസീവ്ഡ് മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആൾക്ക് മാത്രമേ കിട്ടുള്ളൂ. റെൻറ്റ് റിസീവ്ഡ് ആർക്കും കിട്ടും. വീട് വാടകയ്ക്ക് കൊടുത്താൽ, റൂം വാടകയ്ക്ക് കൊടുത്താൽ കിട്ടുന്ന റെൻ്റാണത്. അപ്പോൾ അത് ഇൻകം ടാക്സ് പർപ്പസിൽ ഈ റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഏത് ഇൻകമായിട്ടാണ് എടുക്കുക? റെൻറ്റ് റിസീവ്ഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. ടാക്സബിൾ അല്ല എന്ന് ഇൻകം ടാക്സ് അതോറിറ്റീസ് പറഞ്ഞില്ല. ബിസിനസ് എന്നുള്ള ഹെഡിൽ ടാക്സബിൾ അല്ല. ഓക്കെ,
അപ്പോൾ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് റെൻറ്റ് റിസീവ്ഡ് മെഡിക്കൽ ഷോപ്പിൽ നിന്നുള്ള ഇൻകം അല്ല. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ ഇൻകമായിട്ട് എഴുതാൻ പാടില്ല. അത് ക്രെഡിറ്റ് സൈഡിൽ ഈ പ്രകാരം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇൻകം കൂടുതലായിരിക്കും, അത്രയും പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ബിസിനസ് ഇൻകത്തിൽ നിന്നുള്ള ഈ ഇൻകം അല്ലാത്തതുകൊണ്ട് റെൻറ്റ് റിസീവ്ഡ് ഇതിൽ നിന്ന് നമ്മൾ മാറ്റണം, കുറയ്ക്കണം. ഈ ഇൻകം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇപ്പോൾ ഒരു FD ഉണ്ടെങ്കിൽ FD നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. അതിപ്പോൾ മെഡിക്കൽ ഷോപ്പ് നടത്തുന്നില്ല, ആർക്കും കിട്ടാവുന്ന ഒരു ഇൻകമാണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് ഇൻകം അല്ല, അത് നമ്മൾ അതർ സോഴ്സിൽ ടാക്സബിൾ ആയിട്ട് വരുന്ന. ഡിവിഡൻഡ് റിസീവ്ഡ്, അത് ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ അത് നമ്മൾ അതർ സോഴ്സിൽ എക്സംപ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എക്സംപ്റ്റഡ് ഇൻകം ആയിട്ട് നമുക്കത് മൈനസ് ചെയ്യേണ്ടി വരും. ലോട്ടറി വിന്നിങ്, അതും അതർ സോഴ്സിൽ വരുന്നതാണ്, അത് ബിസിനസ്സിൻ്റെ ഭാഗമല്ല. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്, അത് നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നതാണ്. അപ്പോൾ അത്രയും ഈ ഇൻകംസ് നമ്മൾ പ്രോഫിറ്റ് ലോസ് ഒന്ന് മാറ്റേണ്ടി വരും. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ ഒരു മുകളിലായിട്ടുണ്ട് കമ്മീഷൻ റിസീവ്ഡ്. ഈ കമ്മീഷൻ റിസീവ്ഡും ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഏത് ബിസിനസ് നടത്തുമ്പോഴും കമ്മീഷൻ കിട്ടും, ഏത് ബിസിനസ് നടത്തുമ്പോഴും ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ പക്ഷേ അതിനിടയിലുള്ള ഈ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ലോട്ടറി വിന്നിങ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഇതൊന്നും ബിസിനസ്സിൻ്റെ ഭാഗമല്ലാത്ത ഇൻകംസാണ്. അപ്പോൾ ഇൻകം ടാക്സ് റൂൾ അനുസരിച്ച്, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ബിസിനസ് ഹെഡിൽ ടാക്സബിൾ അല്ലാത്ത ഒന്നും തന്നെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ലോസിൽ വരാൻ പാടില്ല. പക്ഷേ ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രകാരം എഴുതി കഴിഞ്ഞു, അതിനുള്ള പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റിൽ ഇത്രയും ഇൻകംസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റെൻറ്റ് റിസീവ്ഡ് എന്നുള്ള മെഡിക്കൽ ഷോപ്പിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും റെൻറ്റ് റിസീവ്ഡ് മാറ്റാമെന്ന് വെച്ചാൽ കുറച്ച് കളയണം. ഇൻട്രസ്റ്റ്, അപ്പോൾ റെൻറ്റ് റിസീവ്ഡ് ഏത് ഹെഡിൽ ടാക്സബിൾ ആണ്? റെൻറ്റ് റിസീവ്ഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ടാക്സബിൾ ആണ്. ബിസിനസ് ഹെഡിലല്ല ടാക്സബിൾ ആയിട്ട് വരിക, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സബിൾ ആണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കളയണം. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ റിസീവ്ഡും ഡിവിഡൻഡ് റിസീവ്ഡും ലോട്ടറി വിന്നിങ്ങും, ഇത് മൂന്നും ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സബിൾ ആയിട്ട് വരുന്ന ഇൻകംസാണ്. 5000, 2000, അതുപോലെ തന്നെ 5000 രൂപ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ്, കമ്മീഷൻ റിസീവ്ഡ്, ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, അത്തരം ഐറ്റംസ്, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഓക്കെ, ഡിവിഡൻഡ് റിസീവ്ഡ് താഴേക്ക് വേണ്ട, അവിടെ തന്നെ ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് റിസീവ്ഡ്, ഇവിടെയാണ് നമുക്കത് കറക്റ്റ് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് റിസീവ്ഡ്, ലോട്ടറി വിന്നിങ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്. അതുപോലെ അപ്പോൾ ഇത് ആദ്യം റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ലോട്ടറി വിന്നിങ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് നോക്കേണ്ടതുണ്ട് ഈ എമൗണ്ട്. പിന്നെ റെൻറ്റ് റിസീവ്ഡ് തന്നിട്ടുണ്ട്, നമുക്കതിലൊരു എമൗണ്ട് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരം ഇൻകംസ് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ടതല്ല. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഓക്കെ, പക്ഷേ പ്രോഫിറ്റ് ആൻഡ് സെയിൽ ഓഫ് അസറ്റും ലോട്ടറിയും ഡിവിഡൻഡ് റിസീവ്ഡും ഇൻട്രസ്റ്റ് റിസീവ്ഡും അതുപോലെ തന്നെ റെൻറ്റ് റിസീവ്ഡും ഇത് ബിസിനസ്സിൻ്റെ ഹെഡിൽ വരേണ്ടതല്ല, മറ്റ് ഹെഡുകളിൽ വരേണ്ടതാണ്. അപ്പോൾ അത്രയും ഇൻകം കൂടുതലായിരിക്കും, പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് പ്രോഫിറ്റ് കാണുമ്പോൾ ഇത്ര എമൗണ്ട് നമ്മൾ കുറയ്ക്കണം. അതുപോലെ ഡെബിറ്റ് സൈഡ് നോക്കാം, ബിസിനസ്സുമായിട്ട് ബന്ധമില്ലാത്ത എക്സ്പെൻസസ്, ഡിസലൗഡ് എക്സ്പെൻസസ്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ എക്സ്പെൻസ് ഒക്കെ വരും. ഇപ്പോൾ നോക്കിയാൽ സാലറി ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് എടുക്കാം, റെൻറ്റ് എടുക്കാം, മുനിസിപ്പൽ ടാക്സസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, മുനിസിപ്പൽ ടാക്സ്. ഇത് ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഡിഡക്ഷനാണ്, ഹൗസ് പ്രോപ്പർട്ടിയുടെ എക്സ്പെൻസ് ആയിട്ട് വരുന്നതാണ്, അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അതിൻ്റെ കൂടെ നമ്മൾ ഇത് കുറച്ചിട്ടുണ്ട്, ഇത്ര എമൗണ്ട് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചാഡ് ചെയ്യണം. അപ്പോൾ ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് തിരിച്ചാഡ് ചെയ്യുക, ഡിസലൗഡ് ആയിട്ടുള്ള ഇൻകംസ് ലെസ് ചെയ്യുക. ഓക്കെ, റിപ്പയേഴ്സ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, ഇത് ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ കുറയ്ക്കേണ്ടതാണ്, ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് എഴുതാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്ന് കുറയ്ക്കണം. LIC പ്രീമിയം പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അത് അതിൽ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചാഡ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, എല്ലാ പ്രൊവിഷൻസും നമ്മൾ കാരണം ബാഡ് ഡെപ്റ്റ് വരുമെന്ന് പ്രതീക്ഷിച്ച് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ അത്രയും രൂപ നമ്മുടെ പ്രോഫിറ്റ് കുറയും. ബാഡ് ഡെപ്റ്റ് വന്നിട്ടില്ലല്ലോ, ബാഡ് ഡെപ്റ്റ് ഓക്കെ, പക്ഷേ ബാഡ് ഡെപ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഡിസലൗഡാണ്. അതുപോലെ പ്രൊവിഷൻ ഫോർ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാൽക്കുലേഷനാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് എക്സ്പെൻസ് ആയിട്ട് എഴുതാൻ പാടില്ല. ഡൊണേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. ചാരിറ്റി, അതൊക്കെ പേഴ്സണലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന, അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ടുകൂടി വരുന്നതാണ്. ബിസിനസ് നടത്തണമെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് വേണം. എന്നാലും ഈ പറഞ്ഞ പോലെ ബിസിനസ് നടത്തണമെങ്കിൽ ഇതൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഡിസലൗഡായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ കുറേ ഇൻകംസ് പേഴ്സണലും കുറേ ഇൻകംസ് വേറെ ഹെഡിൽ ടാക്സ് എക്സ്പെൻസ് ആയിട്ട് വരുന്നതൊക്കെയുള്ള എക്സ്പെൻസസ് ഉണ്ടെന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ തിരിച്ച് നെറ്റ് പ്രോഫിറ്റോടെ ആഡ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഒരു ബിസിനസ് ഇൻകം കിട്ടുക.
അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കിയപ്പോൾ 10, 11, 12, 11, 11, 2, 13, 13, 5, 18, 2, 20, 25, 26, 2, 28. അപ്പോൾ ഇതിൽ എത്രയും രൂപ നമ്മുടെ വരുന്നുണ്ട്. അപ്പോൾ ഈ എമൗണ്ട് 28,000 രൂപ 29,000 രൂപയാണ് വരുന്നത് അല്ലേ. 29,000 രൂപയാണ് നമുക്ക് അതിൻ്റെ ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ് 1000, ഇൻട്രസ്റ്റ് റിസീവ്ഡ് 5000, ഡിവിഡൻഡ് റിസീവ്ഡ് 5000, ഡിവിഡൻഡ് റിസീവ്ഡ്, ലോട്ടറി വിന്നിങ് 5000, ഇൻട്രസ്റ്റ് റിസീവ്ഡ് 5000 ആണ്. ദെൻ ലോട്ടറി വിന്നിങ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ് 2000 ആണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് 2000 ആണ്. അപ്പോൾ 2, 4, 5, 4, 9, 2, 15, 16, 16, 2, 18, 18, 19, 19, 29, അങ്ങനെ 29,000 രൂപ ടോട്ടൽ ഇൻകം വരുന്നുണ്ട്. അതിൽ നിന്ന് എക്സ്പെൻസ് ഒക്കെ കുറയുമ്പോൾ 11,000 രൂപ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് വരുന്നുണ്ട്. ഈ നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ ഡിസലൗഡ് ആയിട്ടുള്ള ഇൻകംസ് ഒക്കെ ലെസ് ചെയ്യുക, ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ മൈനസ് ചെയ്യുക, അപ്പോൾ ആഡ് ചെയ്യുക, തിരിച്ച് ആഡ് ചെയ്യുക. ആഡ് ചെയ്യേണ്ടത് ഡിസലൗഡ് എക്സ്പെൻസ് ആഡ് ചെയ്യുക, ഡിസലൗഡ് ഇൻകംസ് അല്ലെങ്കിൽ ഇൻകംസ് ടാക്സിബിൾ അണ്ടർ അതർ ഹെഡ്സ്, നോട്ട് ടാക്സിബിൾ അണ്ടർ ദിസ് ഹെഡ്, അണ്ടർ ദി ബിസിനസ് ഹെഡ്, അതിൽ നമ്മൾ അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം എക്സ്പെൻസസ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ്. ആദ്യം തന്നെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 11,000 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 11,000 നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു. ആദ്യം തന്നെ തുടങ്ങേണ്ടത് അങ്ങനെയാണ്. കമ്പ്യൂട്ടേഷൻ ഇൻകം ഫ്രം ബിസിനസ്, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് 14,000. ദെൻ ഡിസലൗഡ് എക്സ്പെൻസസ്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡിവിഡൻഡ് പറഞ്ഞില്ലേ, മുനിസിപ്പൽ ടാക്സസ് ബിസിനസ്സിൻ്റെ അല്ല, അപ്പോൾ 2,000 നമ്മൾ തിരിച്ച് ആഡ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ അടുത്തത് റിപ്പേഴ്സും ബിസിനസ്സിൻ്റെ അല്ല, 3,000 നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ. ദെൻ അടുത്തത് റിപ്പേഴ്സ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, അത് പേഴ്സണൽ എക്സ്പെൻസ് ആണ്, 1000 രൂപ ആഡ് ചെയ്യുന്നു. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, 2,000 നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ. ദെൻ അടുത്തത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കഴിഞ്ഞാൽ ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ് 5,000 ആഡ് ചെയ്യുന്നു. ദെൻ ഡൊണേഷൻ, നമുക്ക് പറഞ്ഞു ഡൊണേഷൻ ബിസിനസ്സിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞു, 1,000 നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ അടുത്തത് ചാരിറ്റി എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ ഇത്രയും എക്സ്പെൻസസ് എന്തായിട്ട് നമ്മൾ എടുക്കേണ്ടത്, ഇത്രയും ഐറ്റംസ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമല്ല. അപ്പോൾ അത്രയും എക്സ്പെൻസ് അധികമായിട്ട് എഴുതിയാൽ അത്രയും രൂപ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ആഡ് ചെയ്യുന്നു പ്രോഫിറ്റ്, ശരിയായ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി. അങ്ങനെ 14,500 രൂപയാണ് നമുക്ക് അതിന് ആഡ് ചെയ്യാൻ കിട്ടുന്നത്. 14,500ഉം 11,000 കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. 14 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 25,500 രൂപ കിട്ടുന്നു. 25,500 രൂപ കിട്ടുന്നു. ഓക്കെ. ദെൻ ഡിസലൗഡ് ഇൻകംസ്, നമ്മൾ ഇൻകംസ് നോട്ട് ടാക്സിബിൾ അണ്ടർ ദിസ് ഹെഡ്. ഓക്കെ. അപ്പോൾ അത്രയും റെൻറ്റ് റിസീവ്ഡ് എത്രയുണ്ട്? റെൻറ്റ് റിസീവ്ഡ് 1000 രൂപയുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് 5,000 രൂപയുണ്ട്. ഓക്കെ. പിന്നെ ഡിവിഡൻഡ് റിസീവ്ഡ് എത്രയുണ്ട്? ഡിവിഡൻഡ് റിസീവ്ഡും 5,000 ഉണ്ട്. ഓക്കെ. ദെൻ ലോട്ടറി വിന്നിൻ്റെ എത്രയുണ്ട്? 1000 രൂപയുണ്ട്. ലോട്ടറി വിന്നിങ് 1000 രൂപ. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് അത് എത്രയുണ്ട്? അത് 2,000 രൂപ. അപ്പോൾ ഇത്രയും എമൗണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത്രയും ഇൻകംസ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമല്ല. അപ്പോൾ അത്രയും പ്രോഫിറ്റ് നമ്മുടെ ഇൻകം കൂടുതലായിരിക്കും, അത്രയും പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ 5, 6, 5, 11, 12, 12, 2, 14,000 രൂപ നമ്മുടെ ഇൻകം കൂടുതലാണ്. അത്രയും നമ്മൾ കുറയ്ക്കണം. ഏതിന്ന് കുറയ്ക്കണം? ഈ 25,500 എന്ന് പറയാം. 25,500 14,000 കുറച്ചപ്പോൾ 11,500 രൂപയാണ് നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ്സായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്തതെന്താ? നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിക്കുക, ബിസിനസ്സിൻ്റേതല്ലാത്ത എക്സ്പെൻസസൊക്കെ തിരിച്ച് ആഡ് ചെയ്യുക, ബിസിനസ്സിൻ്റേതല്ലാത്ത ഇൻകംസൊക്കെ ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റാണ് നമ്മുടെ ഇൻകം ഫ്രം ബിസിനസ്സായിട്ട് വരുന്നത്. ഓക്കെ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ചെയ്തോളൂ കേട്ടോ. ഓക്കെ. താങ്ക് യു.